അതിനുള്ള വലിയ ലക്ഷ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ഈശോ നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ഈ സഭയുടെ ഭാഗമാണ്, നമ്മൾ വചനം കേൾക്കുന്നു, പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഒരുപാട് ആളുകൾക്ക് ഒരു വൃക്ഷമായിട്ട് മാറണം, ഒരുപാട് ആളുകളെ പിടിച്ചുയർത്തണം. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പണ്ടൊരു ഏകദിന ധ്യാനത്തിൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ, ഈ പൗലോസ്ലീഹ പറഞ്ഞ ഒരു കാര്യം, ഇതുവരെ ഉണ്ടായ സഹനങ്ങളിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു, ഇനിയും രക്ഷിക്കുമെന്നുള്ളതാണ് എനിക്ക് അവനുള്ള പ്രത്യാശ എന്നൊക്കെ പറഞ്ഞൊരു 2 കൊരിന്തോസ് 1:10 ഇങ്ങനെ ഒരു വചനമുണ്ട്. ഇത് തൊട്ട് മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ട്, മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായി ഞാൻ പീഡിപ്പിക്കപ്പെട്ടു. പൗലോസ്ലീഹ പറയാണ്, ഇത് ഞാൻ എന്നിൽ ആശ്രയിക്കാതെ മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ പറ്റുന്ന ഈശോയിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പൗലോസ്ലീഹയുടെ പിന്നീടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നുണ്ട്, ഈ സഹനത്തിലൂടെ ഞാൻ കടന്നു പോയില്ലായിരുന്നെങ്കിൽ ഇതേ സഹനത്തിലൂടെ കടന്നു പോകുന്നവരെ പിടിച്ചുയർത്താൻ എനിക്ക് പറ്റില്ല. അത് പൗലോസ്ലീഹ പറഞ്ഞില്ലെങ്കിലും നമുക്കിപ്പോൾ ബോധം കിട്ടേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ കടന്നുപോയ സഹനങ്ങൾ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന തീപ്പൊള്ളുന്ന അനുഭവങ്ങൾ, ഇതിലൂടെ കടന്നു പോകുന്ന ഒരാളെ പിടിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ.